നഖമൊന്നും വെട്ടാൻ പറ്റില്ല, അങ്ങനെ ടോട്ടലി ഒരു പ്രാകൃതമായിട്ടുള്ളൊരു ആളായിട്ട്. പിന്നെ ഇതേ ഗെറ്റപ്പിൽ വേറെ 2 വർക്ക് ഞാൻ ചെയ്തു. അന്ന് കാര്യം പിന്നെ നമ്മൾ മൈസൂരിൽ അവിടെ നമ്മൾ പോയപ്പോൾ അവിടെ പിന്നെ ഈ നടനെ കാണാൻ എന്നെ കണ്ട ആൾക്ക് മനസ്സിലാവില്ല. കാര്യം ജിഷ്ണുവിൻ്റെ പടങ്ങളൊക്കെ നമുക്ക് അത് എന്ത് പടമാണ് നമുക്ക് മനസ്സിലാവില്ല. എക്സ്പെരിമെന്റ് അങ്ങനെ പരീക്ഷണ സിനിമ. നിങ്ങൾ വേറെ ഏതെങ്കിലും പടം ചെയ്ത് രക്ഷപ്പെടുന്നതല്ലേ? അങ്ങനെ ഒരുപാട് സിനിമ. ഇതിൻ്റെ ചിത്രീകരണ സമയത്തുണ്ടായ എന്തെങ്കിലും രസകരമായ അനുഭവങ്ങളോ തമാശകളോ? രസകരമായ അഭിപ്രായങ്ങളും അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. കാര്യം ഒരിടത്ത് ഞാനിങ്ങനെ ഷൂട്ട് കഴിഞ്ഞിടത്ത് ഒരു കടയിൽ കൊണ്ട് പോയി ഇരിക്കുകയാണ്. ഞാൻ അവിടെ ഇരിക്കുമ്പോഴുണ്ട് ഭ്രാന്തനെന്ന് വിചാരിച്ച ആൾക്കാർ ചായയൊക്കെ വാങ്ങിക്കൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ കൊണ്ട് തന്നെ ഞാൻ വാങ്ങി കുടിക്കുകയും ചെയ്തു. കുടിക്കുമ്പോഴും മറ്റുള്ളവരൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭ്രാന്തനെന്ന് തന്നെയാണ്. അത് കാണാൻ എനിക്കൊരു രസം. അവരുടെ മുഖഭാവവും കാര്യങ്ങളൊക്കെ കാണാൻ ഒരു റിസോർട്ടിൽ കൊണ്ട് ചായ കൊണ്ട് തന്നു, വാങ്ങി കുടിച്ചിട്ട് ആ ചേഷ്ടകളോടെ തന്നെ കുടിച്ചു. അതൊരു പിന്നെ അവർക്ക് പിന്നീടാണ് മനസ്സിലായത് സംഭവം ഷൂട്ടാണെന്നുള്ള സംഭവങ്ങൾ. മാത്രമല്ല പിന്നെ ഈ ക്യാമറ വളരെ ദൂരെ വെച്ചിട്ട് വേറെ അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ആ സീൻ ഏകദേശം ഒരു 10-15 ടേക്ക് പോയി. അതില് ഒരു ചാല മാർക്കറ്റിനകത്ത് അല്ലേ? ഇതിന്റെ ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു? ഇത് ഇപ്പോൾ പറഞ്ഞ സീന് ചാല മാർക്കറ്റിനകത്താണ്. അതായത് ലൈവ് ക്രൗഡാണ്. അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഷൂട്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ക്യാമറ ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഭ്രാന്തം പോവാണ്. അവർ നോക്കും ഭ്രാന്തം വരുന്നു, എന്താണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. ക്യാമറ നമ്മളിങ്ങനെ ഒരു സൈഡിൽ ഒതുക്കി, ഒരു ഷോപ്പിന്റെ സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അഭിനയിക്കാനുള്ള ആൾക്കാരെ വിളിച്ചിട്ട് നീ ഇങ്ങനെ ചെയ്യണം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പയ്യൻ എപ്പോഴും തെറ്റ്, അതായത് ഇടിച്ചിട്ട് അവൻ ചിരിക്കും. അതിൽ അഭിനയിക്കുന്ന മുമ്പ് ചിരിക്കും. അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പയ്യനാണ്. അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ നമ്മൾ പറഞ്ഞ ചിരിക്കരുത്. ഇല്ല, ഇവൻ 10-12 ടേക്കിൽ ചിരിച്ചു. അവസാനം പുള്ളി വന്നിട്ട് എനിക്ക് വലിയ ഐഡിയുള്ള ലൈവായിട്ട് ഇടിക്കുകയാണ് ആൾക്കാർ. തറയിലിട്ട് റോഡിൽ ഇട്ടിട്ട് ചവിട്ടാണ്. അവര് പ്രൊഫഷണൽ അല്ല, അതുകൊണ്ട് അവരങ്ങ് അടിക്കുകയാണ്. അടികൊണ്ട് ഞാനൊരു പരുവമായി. 12 അങ്ങനെ വന്നിരുന്നപ്പോഴാണ് ഈ ചായ കൊണ്ടുകൊടുത്തത്. ആരെങ്കിലും കുടിച്ചു. വേറെ രസമുണ്ടാവും. ഒരു വന്ന് അടിച്ചോണ്ടിരിക്കുകയല്ലേ. ഇതൊന്നും അറിയാത്ത വേറൊരു കക്ഷിയുണ്ട്. നോക്കിയപ്പോൾ കുറെ ആണെങ്കിൽ ഞാൻ ഒരുത്തന്നെ അടിക്കണം. ഇവനിടയിൽ കൂടി 2 ചവിട്ട് തന്നെ ചവിട്ടിയിട്ടാണ് പോയി. ഇടയിൽ കൂടി ഇത് കാര്യം അവരോട് പറഞ്ഞിട്ടുമില്ല. ഇത് പിന്നെ ഷൂട്ടിംഗ് ഒന്നും അവ അറിയുന്നില്ല. എന്തോ അടി നടക്കുകയല്ലേ. ഇത് കിട്ടും എൻ്റെ 2 ചവിട്ടുമ്പോൾ 2 ചവിട്ട് അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ രസകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നീട് ചില ലൊക്കേഷൻസിൽ നമ്മൾ കൂടുതൽ ക്രൗഡ് ഇങ്ങനെ കൊണ്ടുവരാം, അല്ലെ ക്രൂ മെമ്പേഴ്സ് ഇല്ലാത്ത ഷൂട്ടുകളുണ്ട്. ചിലതിൽ നമ്മൾ 2 പേരേ ഉള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ പോയി ഷൂട്ട് ചെയ്തിട്ട് വരുമ്പോൾ അപ്പോൾ അത് അങ്ങനെ 1-2 ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന സമയത്ത് ഈ കാറ് പുള്ളിയാണ് ഓട്ടിക്കണം. പുള്ളി ഡ്രസ്സ് മാറ്റാൻ സീനിലല്ല, സീനിലല്ല, ഈ ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു. അപ്പുറത്ത് വന്നിട്ടൊരു ഷൂട്ടുണ്ട്. ഡ്രസ്സ് മാറ്റാൻ വയ്യ. ഇത് ഒരു ഭ്രാന്തനായിട്ട് മേക്കപ്പ് വെച്ചുകൊണ്ട് കുറെ സമയത്ത് പണിയുണ്ട്. ഇത് കഴിഞ്ഞ അടുത്ത ലൊക്കേഷൻ ഉടനെ ഷൂട്ടാണ്. ഇതേ ഡ്രസ് ഇതോടെ തന്നെ കയറി കാറിൽ നിന്ന് അങ്ങ് ഓടിച്ച് പോവുകയാണ്. അപ്പൊ ആൾക്കാർ നോക്കുമ്പോ ഒരു ഭ്രാന്ത പലരും ഈ ഭ്രാന്തം പലരും ഈ കാർ അടിച്ചോണ്ട് പോകുന്നു. ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു? അത് ലൊക്കേഷൻ പല സ്ഥലങ്ങളുണ്ട്. തമിഴ്നാട് ഷൂട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ പേര് ഒരു മരുഭൂമി പോലത്തൊരു സ്ഥലമാണ്. ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണ് ധനുഷിന്റെ സിനിമയിൽ. പിന്നെ ട്രിവാൻഡ്രം ചാല മാർക്കറ്റ് അതിന്റെ പരിസരങ്ങളുണ്ടായിരുന്നു. പിന്നെ നെയ്യാറ്റിൻകര ഉണ്ട്, നമ്മുടെ സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ. ഇതിൽ പിന്നെ പ്രൊഡക്ഷൻ സമയത്ത് എന്തെങ്കിലുമുള്ള സാമ്പത്തിക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതില് നേരിട്ടിട്ടുണ്ടോ? നമ്മുടെ സുഹൃത്തുക്കളാണ് കൂടുതലും ചെയ്തിരുന്നത്. നിർമ്മാണം ജിനു സലിം, പിന്നെ സ്നേഹൽ റാവു, പിന്നെ ഷൈൻ ഡാനിയൽ കോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജലതാ ഭാസ്കരൻ, ഇവർ എല്ലാവരും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരെല്ലാം ഈ ഒരു തീം അറിഞ്ഞുകൊണ്ട് കാര്യം അവരത് സാമ്പത്തികമല്ല പ്രധാനം, നല്ലൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ നമുക്കൊപ്പം നിന്നതാണ്. അതാണ് അവരുടെ
അത് നല്ല മനസ്സ്, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഇതിനെ ഒരു സാമ്പത്തിക സിനിമയാക്കി അതിനെ വാണിജ്യ സിനിമയാക്കി കൊണ്ടാണെങ്കിൽ ഇത്തരം പ്രൊഡ്യൂസർക്കൊന്നും നമ്മളോട് സഹകരിക്കാൻ കഴിയില്ല. നമ്മളെപ്പോലെ തന്നെ ഇങ്ങോട്ട് നല്ലൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉൾക്കൊണ്ട് അങ്ങനെ ഒരു നല്ല മനസ്സുള്ള കുറച്ച് പേരെ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഈ സിനിമ പൂർത്തിയാക്കാൻ കഴിയുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സിനിമയുടെ പോസ്റ്ററും ഇതിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ കളർ ടോണിന് ഒരു വ്യത്യാസം ഉണ്ടല്ലോ. സാധാരണ നമ്മൾ കാണുന്ന രീതിയിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കളർ ടോൺ കൊടുക്കാൻ കാര്യം? സിനിമയും അങ്ങനെ തന്നെയാണോ കളർ ടോണിൽ വ്യത്യാസം? സിനിമ എന്ന് പറഞ്ഞാൽ ഇതിൽ ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡായതുകൊണ്ട് റോ ഫീലിംഗ് വേണം. അതേപോലെ ഇത് കാണുമ്പോൾ പല റിവ്യൂ ചാനൽസ് വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ UK ഫിലിം റിവ്യൂ ഒക്കെ നമ്മുടെ സിനിമ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കളർ പാലറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അത് കാണുമ്പോൾ തന്നെ ഈ സമൂഹത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്താ നമുക്ക് തോന്നണം, പ്രേക്ഷകർക്ക് തോന്നണം. അതെ ഒരു ഡീക്കേയിങ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സിനിമാറ്റിക് കളർ അങ്ങനെ കൂടുതൽ കൊടുക്കാതെ നമ്മൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു കളർ പാലറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ആ ടോൺ കാണുമ്പം തന്നെ കളർ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന്റെ കഥയാണ് നമ്മൾ പറയുന്നത്. നിറം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ആ കാഴ്ചയിലും ആ ഒരു നിറം ഉണ്ടാവണമെന്ന് അതാണ് അതൊരു സംവിധായകന്റെ ബ്രില്യൻ്റാണ്. ഒരു ഡാർക്ക്നെസ് നമ്മളല്ല. അതാണ് ഞാൻ ചോദിക്കാൻ കാര്യം. പിന്നെ ഒരു വിഷ്വൽ ലാംഗ്വേജ് ആണല്ലേ, അതായത് അതിലൂടെയാണ് ഒരു ഭാഷ എന്നുള്ളതിന് പകരം അതൊരു ദൃശ്യമാണ് ഭാഷയായിട്ട് മാറുന്നത്. അത് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ അല്ലാതെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ക്യാമറയെ ഈ ബ്രാൻഡിൽ ജീസസ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമുക്കറിയാം സമൂഹത്തിൽ ഇത്തിരി പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് മതം രാഷ്ട്രീയം ഒക്കെ അല്ലേ. ആണെങ്കിലും ക്യാമറ യഥാർത്ഥത്തിൽ ദൈവത്തിന് നമ്മൾ കാണാത്ത ദൈവം കാണുന്നു എന്നുള്ളതാണല്ലോ. ഈ കഥയിലും സംഭവിക്കുന്നത് ജനം കാണാത്ത പലതും ഈ ക്യാമറ കാണുന്നുണ്ട്. ഇതിന്റെ സത്യം ഈ ക്യാമറയിലൂടെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കണ്ണ് തന്നെയാണ്. ദൈവത്തിന്റെ എല്ലാം ഒരുത്തം കാണുന്നുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മളറിയാം നമ്മളെ മേലിൽ ഒരാൾ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതില് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഈ റിവ്യൂ ടീം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതില് ജീസസ് എന്ന് പറയുന്ന പറഞ്ഞ് ഈ ക്യാമറ വിളിക്കുന്ന സമയത്ത് ഈ ഭ്രാന്തൻ ഒരു പുതിയൊരു ജനറേഷന്റെ പ്രവാചകനായിട്ട് മാറുകയാണെന്നാണ് അവർ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് അല്ലെ തിന്മ ഉണ്ടായിരുന്ന സമയത്ത് നന്മയിലോട്ട് നയിച്ച ആൾക്കാർ. അതേപോലെ ഈ സമൂഹത്തിലെ തിന്മ ചൂണ്ടിക്കാണിച്ച് നന്മയിലോട്ട് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് ഒരു പ്രവാചകനെ പോലെ. അതായത് എപ്പോഴും സമൂഹത്തിന് തെറ്റുണ്ടാകുന്നു അവിടെ എന്താണ് ഒരു പ്രവാചകൻ ഉടലെടുക്കുന്നതാണ് ആ സമൂഹത്തിൽ. അപ്പോൾ അദ്ദേഹം കാണുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുകയും അത് എഴുതപ്പെടുകയും പിൽക്കാലത്ത് വായിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരു പ്രവാചകൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വായിക്കപ്പെടുന്ന നമ്മൾ അദ്ദേഹത്തെ ഒരു പ്രവാചകനായിട്ടും നമ്മൾ അംഗീകരിക്കപ്പെടുന്നത് അങ്ങനെയാണല്ലോ. ബൈബിളിലായാലും ശരി, നമ്മുടെ ഖുർആനായാലും ശരി, നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലായാലും ഓരോരുത്തരും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന തിന്മകളെ വിളിച്ചു പറഞ്ഞും അതിനെ തിരുത്താൻ ശ്രമിച്ചവരാണ് പിൽക്കാലങ്ങളിൽ. പക്ഷെ അവർക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. സമൂഹം ഭ്രാന്തരെന്ന് മുദ്രകുത്തിയിട്ടുണ്ട്. ഉണ്ടാവാതെ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു ഇത് പറഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിൽ യേശുവിനെ ആരായാലും ശരി തെറ്റ് തിരുത്തുന്ന കാലഘട്ടങ്ങളിൽ ആ കാലത്തുള്ളവരാരും അംഗീകരിച്ചിട്ടില്ല. പിന്നെ അവിടെ മരണമൊക്കെ കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ സത്യം മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് അവരെ വലിയ പുണ്യവാന്മാരാക്കി. ജീവിച്ചിരിക്കുമ്പോൾ അവന് വിലയില്ലായിരുന്നു. അതേപോലെ തന്നെ ഇത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ പടം ഒരു ഡിസ്കഷനിലോട്ട് വരുന്ന ഒരു സ്വാഭാവികം ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് സുനിലേട്ടൻ്റെ ഒരു കരിയറിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഈ കഥാപാത്രം അല്ലേ, അങ്ങനെ തോന്നുന്നതല്ലേ? അത്രയും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇതില് വേറൊരു തമാശ സംഭവമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മൈസൂർ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു എന്താ പറയാ ഏത് അവാർഡ് കിട്ടുമെന്ന് അറിഞ്ഞോടാ. നമുക്ക് അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ചിലപ്പോൾ ബെസ്റ്റ് എക്സ്പെരിമെൻ്റൽ ഫിലിംസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ഇരുന്ന സമയത്ത് എല്ലാ അവാർഡും അനൗൺസ് ചെയ്തു. ഇനി ബെസ്റ്റ് ആക്ടറും ഡയറക്ടറേ ഉള്ളൂ. ഡയറക്ടർ എനിക്കല്ല, അത് പോയി. ആക്ടർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരുണ്ട്, അവിടുത്തെ എല്ലാ സൂപ്പർ സ്റ്റാറുകളുണ്ട്. നമുക്ക് ഒരു പ്രതീക്ഷ ദേവര അല്ലേ ആ സിനിമ ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് പോയി. ശരി. അപ്പോൾ പെട്ടെന്ന് ടി സുനിൽ പുന്നക്കാട് ഇങ്ങനെ ഇരിക്കും. വേറാണ് വിളിച്ചത്. ഞാനാ എനിക്കൊന്ന് ഒരു നിമിഷം ബോധം പോയട്ടാ, സ്റ്റക്കായി പോയി. കാര്യം അത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളെന്ന് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കിട്ടും എന്നുള്ളൊരു വിശ്വാസമില്ലായിരുന്നു. അപ്പം പ്രതീക്ഷിക്കാതെ അത് അത്രയും വലിയൊരു ഫെസ്റ്റിവലിലാണ് അത് സംഭവിച്ചപ്പോൾ വളരെ സന്തോഷം. അത് നമ്മൾ പെട്ടെന്ന് ആദ്യം ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് അത് കഴിഞ്ഞിട്ട് ഒരു എനിക്ക് ആനക്കുട്ടിയല്ലേ, ഒരു ആനക്കുട്ടിയാണ് ട്രോഫി. അപ്പൊ ഞാൻ ആനക്കുട്ടിയിൽ നേരത്തെ കണ്ണു
ഞാൻ പറഞ്ഞ ഇത് സിനിമ വീട്ടിലൊക്കെ കൊണ്ട് കാണിച്ചിട്ട് ഇതെനിക്ക് വേണം. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി നോക്കിയ സമയത്ത് സുനിയാമൻ വർഷങ്ങളായിട്ട് അല്ലേ ഈ ഫീൽഡിലുണ്ട്. പക്ഷെ ഒരു ഫിലിം ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു ഫിലിം എന്നുള്ള ബേസിൽ അങ്ങനെ ഒരു അവാർഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റെക്കഗ്നീഷൻ ഒരു അവിടെ ഇല്ല. അപ്പം ഞാൻ നോക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു സിനിമ ഇതിവിടെ ഇരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സിനിമ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി, ഒരുപാട് ട്രോഫീസ് കിട്ടി, ഒരുപാട് ഇനി വേണം എനിക്ക് ആനക്കുട്ടി എടുത്തു. അത് പക്ഷെ അല്ല, ആനക്കുട്ടി എടുക്കുമ്പോൾ അത് വളർന്നപ്പോൾ വലിയ ആനയാണ്. അതുപോലെ പ്രിൻസ് ഇതിലെ വില്ലൻ കഥാപാത്രവും നായകനും വില്ലനും തമ്മിൽ നേരിടുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? അത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം അല്ലേ? ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സീനുകൾ ഉണ്ടായിരുന്നു, നായകനും വില്ലനായിട്ടുള്ള സീനുകൾ. അപ്പം അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അത് കൂടുതൽ എനിക്ക് തോന്നുന്നു സിനിമയെ ബാധിക്കുന്നു. ഓ, അതുകൊണ്ട് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലേ? സിനിമയ്ക്കകത്തുള്ള കാര്യങ്ങൾ രണ്ടുപേരല്ലാതെ വേറെ കഥാപാത്രങ്ങൾ? വേറെ പുള്ളിയുടെ ഒരു ജസ്റ്റ് ഇതേപോലെ തന്നെ വേറൊരു വില്ലനാണ്. അത് പുള്ളിയുടെ ഒരു ചെങ്കിടി എർത്ത് അല്ലേ? രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. മാനസപ്രഭു ഷാജി എന്ന് പറയുന്നത്. പിന്നെ ആരാധ്യ മെയിൻ ക്യാരക്ടറാണ്. ആ കൊച്ചു നന്നായിട്ട് ചെയ്തു നമ്മളൊപ്പം. ഡബിങ് ഒന്നും ഇത് ഇവർ രണ്ടുപേരാണ് പ്രധാനം. പിന്നെ ബാക്കി ക്രൗഡ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭ്രാന്തൻ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഒരു സ്റ്റോറിക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സ്. നമ്മൾ പ്രേക്ഷകരാലെ ഇന്നാവും ആ സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ എന്താണെന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കും. അതാണ് തുറക്കം. അത് ഡോക്യുമെന്ററി എന്ന് വിളിക്കാമെങ്കിൽ അത് ഡോക്യുമെന്ററി ആണ്. എന്നാൽ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പല ജോണേഴ്സ് ഇങ്ങനെ മാറി വരെയാണ്. ഒരു വ്യത്യസ്തത. അതെ, വ്യത്യസ്തത. എല്ലാ സീനുകളും ഒറ്റ ഷോട്ടാണ്. ഒരു സീൻ അപ്പൊ അതൊരു വെല്ലുവിളിയല്ലേ, ലോങ് ഷോട്ടുകൾ. അതില് പല കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ചിലത് രാവിലത്തെ ലൈറ്റിൽ മാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറയാം, ഭ്രാന്തൻ എവിടെ ആറ്റിൽ കുളിക്കാൻ പുഴയിൽ ഇങ്ങനെ കുളിക്കാൻ പോകുന്ന ഡയലോഗുണ്ട്. അത് രാവിലെ 7 മണിക്ക് പോകും, 8:30 വരെ ലൈറ്റ് ഉള്ളൂ അവിടെ. ഡയലോഗ് സ്വന്തമായിട്ടാണ്, ഒറ്റയ്ക്കാണ് പറയേണ്ടതല്ലേ? വേറെ കഥാപാത്രത്തോട് പറയുന്നതായിട്ടാണ്? ഒറ്റയ്ക്ക് പറയുന്നത് വേറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ 7 മണി തൊട്ട് 8 മണിയാകുമ്പോൾ അവിടെ റീഡിങ് എടുക്കാൻ വേണ്ടി ആൾക്കാർ വരും. അപ്പൊ നമ്മൾ ഓട്ടിക്കും, പുഴയുടെ അവിടെ നിന്ന് ഓട്ടിക്കും. അപ്പൊ നമുക്ക് ആ ലൈറ്റ് 7 മണി തൊട്ട് 8 മണി വരെ 1 മണിക്കൂറേ ഉള്ളൂ. അത് അതെ, 2 പ്രാവശ്യം 2 3 പ്രാവശ്യം ഷൂട്ട് ചെയ്യാനുള്ള ടൈമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 4 ദിവസം അത് എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെ പെർഫെക്ഷൻ തന്നെയാണ് ചെയ്തത്. ഈ ക്രൗഡ് സീനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഭയങ്കര ജനക്കൂട്ടത്തിന് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ ചവിട്ട് കിട്ടിയ സംഭവം നമുക്ക് ക്രൗഡ് അധികമായി ക്രൗഡ് ഇറക്കി ചെയ്യാൻ കൊമേഴ്സ്യൽ പടം പോലെ ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ ക്രൗഡിന്റെ ഉള്ളിൽ അവരെ അറിയിക്കാതാണ് ഷൂട്ട് ചെയ്തത്. അതിൻ്റെതായ തിക്തഫലങ്ങൾ ഒരുപാട് അത് കൂടുതലും ഈ ചവിട്ട് തന്നെയാണ്, ചവിട്ട് കൊണ്ട ആ സീൻ തന്നെയാണ് കൂടുതലും പ്രശ്നമായിട്ട് വന്നത്. അല്ലാതെ ഇതിന് അനുയോജ്യമായിട്ടുള്ളൊരു സൗണ്ട് സ്കേപ്പൊക്കെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ സൗണ്ട് എഫക്റ്റ് ആണ് ഇതിൽ ഏറ്റവും. പിന്നെ മ്യൂസിക് ഇല്ല. അപ്പൊ ഇത് പിന്നെ നമ്മള് ഡബിങ് സമയത്ത് പ്രൊഡക്ഷൻ സമയത്ത് വീണ്ടും ചെയ്യണ്ടേ? അത് ഈ സൗണ്ട് എഫക്ട്സ് ഒക്കെ വീണ്ടും ചെയ്യണം. അപ്പോൾ ഷാബു എന്ന് പറയുന്ന ആളാണ് ഇതിനകത്ത് സൗണ്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തുള്ള മിക്കവാറും സൗണ്ട് എഫക്ട്സ് അല്ലേ പുള്ളിയാണ് ചെയ്യുന്നത്. പുള്ളി ഈ വർക്ക് കൊണ്ട് കൊടുത്തു. പുള്ളി ആ സമയത്ത് എനിക്ക് തോന്നുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ ഇന്ദ്രജിത്ത് ചെയ്ത് അതിന്റെ പ്രോസസ്സിലിരിക്കുകയാണ്. പറഞ്ഞു, ചേട്ടാ ഇത് ഫെസ്റ്റിവലിന് അയക്കാനുള്ളതാണ്, പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്യണം, എന്നാലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇത് കണ്ടിട്ട് ഇതിൽ മ്യൂസിക് എന്ന് പറഞ്ഞു. മ്യൂസിക് ഇല്ലേ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കേ ഇല്ല, എല്ലാം സൗണ്ട് എഫക്ട്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷൂട്ട് സമയത്ത് എവിടെയൊക്കെ ഒരു സൗണ്ടിന് സാധ്യത കൊണ്ട് അതൊക്കെ ഇട്ടാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് സൗണ്ട് എഫക്ട്സ് മാത്രമേ ഉള്ളൂ. ശരി എന്ന് പറഞ്ഞു പുള്ളി. 1-2 ആഴ്ച തോന്നണം അല്ലേ? 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പോയി, ചേട്ടാ എന്തായി?
ഇനി ഇതേപോലെയുള്ള പറഞ്ഞുകൊണ്ട് കാര്യം പുള്ളിക്ക് ബുദ്ധിമുട്ട്. കാര്യം എല്ലാ സൗണ്ട് എല്ലാം പോയല്ലേ. കാര്യം നമ്മള് ഉള്ളതില്ലാത്ത എല്ലാ സൗണ്ടും സാധാരണ വേണ്ടി നമ്മൾ മാക്സിമം സൗണ്ട് എവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യും. അല്ല, സാധാരണ ഈ സൗണ്ട് എഫക്ട്സ് ചിലയിടത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റുമ്പോൾ മ്യൂസിക് കയറ്റി ഇടാം. ഇത് അതും പറ്റില്ലല്ലോ അല്ലേ? അപ്പൊ അതിനകത്ത് സൗണ്ട് എഫക്ട്സ് മാത്രമായാലും പിന്നെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് ശ്രീകൃഷ്ണന്റെ കയ്യിലാണ് ശ്രീവിഷ്ണു മിക്സിങ്. അപ്പോൾ മിക്സിങ്ങിന് എടാ ഞാൻ പറഞ്ഞു ഇതേപോലെയാണ്, സൗണ്ട് മാത്രമാണ്, അപ്പോൾ നിനക്ക് എന്തൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഇതെല്ലാം നോക്കിയതിന് ശേഷം കുറച്ച് പാട്ടുകളൊക്കെ കയറ്റിയിട്ട് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്ന പാട്ട്, അതായത് ഇത് കോവിലിൽ നിന്ന് രാവിലെ കേൾക്കുന്ന പാട്ട്, പള്ളിയിൽ നിന്ന് കേൾക്കുന്ന പാട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ കേട്ടിട്ട്, പിന്നെ ഈ എന്താ പറയുക കടകളിൽ നിന്ന് കേൾക്കുന്ന അങ്ങനെ കുറച്ച് ലൈവാക്കിയ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. അതിന് ഒരുപാട് സൗണ്ട് എഫക്ട്സിന് നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. നൈജീരിയ നെലാസ് അക്കാഡമിയിൽ നിന്ന് അവാർഡ് കിട്ടി ശ്രീകൃഷ്ണന് സൗണ്ട് എഫക്ട്സിന്. നേരത്തെ പറഞ്ഞൊരു പട്ടി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് നായ, അതുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് നാടൻ പട്ടിയാണ്, ട്രെയിൻഡാണ്. അപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് നിൽക്കുമോ? എന്നാലും കാര്യം അതിങ്ങനെ ആദ്യം ഒരു പട്ടിയെ കൊണ്ടുപോകും, അത് ഇങ്ങനെ പിടിച്ചപ്പോൾ അങ്ങോട്ട് പോകും. അതിൻ്റെ കൂടെ ട്രെയിനർ വന്ന് അവർ ഓടി 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 തളർന്ന് വീണ്ടും പിടിച്ചിവിടെ കൊണ്ടുവരും, അത് വീണ്ടും ഓടും, അതിൻ്റെ പിറകെ ഓടും, അങ്ങനെ ഓടി. ഷാജി മാവേലിക്കര പുള്ളിയാണ് ഇത് പെൺപട്ടിയാണ് അഭിനയിച്ചത്, അതൊരു ആൺപട്ടിയായിരുന്നു. പിന്നെ അവസാനം ആ പട്ടിയെ കൊണ്ടുപോയിട്ട് വേറെ പട്ടിയെ കൊണ്ടുവന്നു, എന്നിട്ടാണ് ചെയ്തത്. ഷാജി മാവേലി അങ്ങനത്തെ ഷാജി ബാലരാമപുരം പുള്ളിയാണ് ഒരു സിനിമയിൽ കോഴിയൊക്കെ. അതെ അതെ, പുള്ളി ട്രെയിനർ, ആനിമൽ ട്രെയിനർ, ഒരുപാട് സിനിമകൾ പുള്ളി ചെയ്യുന്നു. ജിഷ്ണുവിന്റെ മുമ്പേ ഏതോ ഒരു ഷോർട്ട് ഫിലിമിലോ അതോ റീൽസ് ഉണ്ട് അല്ലെ, വേറെ എന്തെങ്കിലും ഈ ഒരു നായുമായിട്ട് കടൽ തീരത്തുള്ള സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ജൂലൈ 19 സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ പുറത്തേക്ക് വരുന്നത്. ഏത് OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത് വരുന്നത്? ഇത് ഇന്ത്യക്ക് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യ ചെയ്യുന്നത് POV ഹൊറർ എന്ന് പറയുന്ന അമേരിക്കൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ ചെയ്യുന്നത് ABC ടോക്കീസ് ആണ്. എനിക്ക് തോന്നുന്നു സിനിമകളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ABC ടോക്കീസ്. അപ്പോൾ അതുവഴിയിട്ടാണ് എനിക്ക് ഇന്ത്യൻ ഓഡിയൻസിന് അടുത്തെത്തുന്നത് പടം. അപ്പം ഈ സിനിമ റിലീസാവുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് ഈ 19 റിലീസാവുകയാണ്. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളും നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ പടം കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എന്ത് തന്നെയായാലും ശരിയായാലും തെറ്റായാലും നമ്മൾക്കുണ്ടാകും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ ചെയ്ത നന്മയെക്കുറിച്ചും ഒക്കെ ഇത് സമൂഹത്തിൽ നൽകുന്ന എന്ത് സന്ദേശമാണോ, നമ്മൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊടുക്കുക. സാധാരണ ഒരു കൊമേഴ്ഷ്യൽ സിനിമ കാണുന്ന ഒരു രീതിയിൽ, സാധാരണ ഒരു കൊമേഴ്ഷ്യൽ സിനിമ കാണുന്ന രീതിയിൽ പടം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. കാര്യം ഇതൊരു പരീക്ഷണ ചിത്രമാണ്, വ്യത്യസ്തമായിട്ടുള്ളൊരു ശൈലിയിലാണ് അത് അവതരിപ്പിക്കുന്നത്. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പടം കാണാൻ. എല്ലാവരും നല്ല രീതിയിൽ ഈ പടത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. പിന്നെ സോഷ്യൽ മീഡിയ വഴിയും എല്ലാം നമുക്ക് വേണ്ടി അതായത് ഈ സിനിമയ്ക്ക് വേണ്ടി ഇതുവരെ സപ്പോർട്ട് ഒരുപാട് പേര്, അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും പിന്നെ വാട്സപ്പിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു പടത്തിന് വേണ്ടി ഒരുപാട് പേര്, പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ട് ഈ സിനിമ കാണാനായിട്ടുള്ളത് എല്ലാവർക്കും അത് ലിങ്ക് ഷെയർ ചെയ്യാനും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഭ്രാന്ത് ബാധിച്ച ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു വീഡിയോ ക്യാമറ കിട്ടിയാൽ എന്ത് സംഭവിക്കും? ശരിക്കും അത് ദൈവത്തിൻ്റെ കണ്ണാണോ? യഥാർത്ഥത്തിൽ അയാൾക്കാണോ ഭ്രാന്ത്, അതോ സമൂഹത്തിനും? റോട്ടൺ സൊസൈറ്റി എന്ന SS ജിഷ്ണുദേവിൻ്റെ ഈ സിനിമ കണ്ടാൽ അതിനൊരു ഉത്തരം തീർച്ചയായും കിട്ടും. നമ്മളും ആ സിനിമയ്ക്കായി കാത്തിരിക്കും.